ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് അരിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും തിളപ്പിച്ച വെള്ളവും ഒഴിച്ച് മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മാവിൽ നിന്നും കുറച്ച് എടുത്ത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് പ്രസ് ചെയ്യുന്ന ഇടിയപ്പത്തിൻ്റെ അച്ചാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് തട്ട് വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് എല്ലാ മാവും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ എല്ലാവരും സാധാരണ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാത്ത കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് സവാളയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി അല്ലിയും ഒക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറി മസാല പൗഡറും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് സോസും കൂടെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വഴറ്റിയിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്കിട്ട് നമുക്ക് മുട്ട റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാത്ത കേട്ടോ. പിന്നെ ചായ ഉണ്ടാക്കി എൻ്റെ കൂടെ കഴിച്ചു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.